ആണ് കോൺട്രവേഴ്ഷ്യൽ ആയത്. എന്തായിരുന്നു ഒരു PR ടോപ്പിക് വന്നത്? 16 ലക്ഷം. അയ്യോ ഞാൻ അത് ഒന്നും എനിക്ക് കമ്പനിയില്ല, എന്നെ ഇതിന്റെ ഇടയിൽ കൂടെ നിർത്തിയെങ്കിൽ എനിക്ക് അറിയാത്ത കുറെ പേരൊക്കെ എന്നെ വിളിച്ചിട്ട് ഒരു 10-25 പേരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പേയ്മെന്റ് ഒന്നും തരണ്ടാന്ന് പോലും പറഞ്ഞവരുണ്ട്. ഒരു 3-4 പേര് പറഞ്ഞ ഫെയിം മാത്രം മതി, അനുന ഇവിടം വരെ എത്തി മതി. ടീച്ചറെ ജയിപ്പിച്ചെടുക്കുന്ന കാര്യം ഈ ശശാങ്ക മുതലാളി ഏറ്റു. അതിനിപ്പോ എത്ര പൈസ പൊട്ടിയാലും ഈ ശശാങ്കന് ഇവിടെ പറഞ്ഞതിന് മുന്നേ എനിക്കറിയാം എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ദിവസം പിടിച്ച് നിൽക്കാൻ പറ്റും. ഇത്രയും പേര് എല്ലാവരും നോക്കിയിരുന്നു ആരൊക്കെ വരുന്നത്. എനിക്ക് എന്റെ കയ്യിലുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. എന്തോ 50,000 രൂപ കൊടുത്താൽ വോട്ട് മേടിച്ചു തരാം എന്ന് പറഞ്ഞു എന്നൊക്കെ. 50,000 പറഞ്ഞ വോട്ട് മേടിച്ചു തരാം ഞാൻ പറഞ്ഞു. അല്ല PR അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയത്തില്ല. കള്ളം പറഞ്ഞ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. പറഞ്ഞായിരുന്നു ഒരു വട്ടം. ഒരുപാട് ഡ്രാമ വേണോ? ഡ്രാമ കാണിക്കുമെന്നോ? ഡ്രാമ വേണോന്ന്. വിന്നർ ആവാൻ ഡ്രാമയല്ല വേണ്ടത്. വിന്നർ ആവാൻ ജെന്യൂൻ ആയിട്ട് നിന്നാൽ മതി. ജെന്യൂൻ ആയിട്ടാണ് നിൽക്കേണ്ടത്. കൊള്ളാം, നാടകം നന്നായി, നിന്റെ വേഷവും യു പ്ലേഡ് വെരി വെൽ. അല്ല ഇങ്ങനെ PR-ന് 15 ലക്ഷം എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും പുള്ളി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് 15 ലക്ഷം കൊടുത്തു. അപ്പൊ അങ്ങനെ അല്ലല്ല ശൈത്യ പറഞ്ഞു. പറ്റിപ്പോയടാ, വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ അപ്പൊ ബിന്നി എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തേ. 16 ലക്ഷം ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16-ന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല. 15 കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട് എന്നല്ല. അതല്ല പിന്നെ ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും കിട്ടോ? ഇല്ലടാ, നീ ഇതങ്ങോട്ട് ചാരിറ്റബിൾ വർക്കായിട്ട് കണ്ടാ മതി. എന്നല്ല അതിനോട് ചോദിച്ച എമൗണ്ട് ആണ് 15 ലക്ഷം രൂപ. അതെനിക്ക് എവിടെയും പ്രൂവ് ചെയ്യാം. എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ് 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 ഇത് കേൾക്ക് ഫുള്ളായിട്ട്. അപ്പൊ പുള്ളിക്കാരൻ എനിക്കറിയില്ല സർ, എന്ത് വിശ്വസിക്കണം ആരെ വിശ്വസിക്കണം എന്നൊന്നും അറിയാത്തൊരവസ്ഥയില് ഞാനിപ്പോ. സംസാരിക്കാൻ മെസ്സേജ് അയച്ചു, എന്നെ കൈവിടരുത്, എനിക്ക് ആരുമില്ല, എനിക്ക് ഈ കാര്യത്തിൽ എന്റെ മനസ്സലി ഞാനൊരു മനുഷ്യനല്ലേ? അല്ലടാ ആണ്. എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണേ? അല്ലടാ. പുള്ളി എമൗണ്ട് 15 പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചേട്ടാ ഞാൻ അയ്യടാ ഇപ്പൊ തരാം, തെക്കോട്ട് നോക്കിയിരുന്നോ.